വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? യോഹന്നാൻ 5-ൽ എഴുതിയിരിക്കുന്നു 3-4 വാക്യങ്ങളിൽ, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയുകയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്കാരുമില്ല. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അവൻ പറയുന്നു, എന്നെ ഈ കുളത്തിലേക്കാക്കാൻ എനിക്കാരുമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. അവൻ പറയുന്നു, ഈ കുളത്തിലിറങ്ങാതെ എനിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം, ഇതിലിറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കുകയാണ്, കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ. ശരിയാണോ? ശരിയാണോ? ഇന്ന് വരെ, ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. ആ സെക്കൻഡ് വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. കുളത്തിലിറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. പിശാചേ, ശത്രുവേ, നീ ദൈവസഭയ്ക്ക് വിരോധമായും ദൈവിക പ്രവർത്തികൾക്ക് വിരോധമായും എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും സകല സൻബല്ലത്തുമാരുടെയും തോബിയാവുമാരുടെയും ആലോചനകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട്, ബാബേൽ ഗോപുരം പണിയുന്നവന്റെ ഭാഷയെ മറിച്ചു കളഞ്ഞുകൊണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ദൂതന്മാരെ അയച്ച്, മീഖായേലിനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച്, തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ അതുകൊണ്ട് വാഗ്ദത്തമുണ്ടെങ്കിൽ ഈ പെന്തിക്കോസ്ത ദിനത്തിൽ, ഈ 50-ാം നാളെന്ന് യഹൂദന്മാർ ആഘോഷിക്കുന്ന ദിനത്തിൽ, ഈ കൊയ്ത്തു പെരുന്നാളിന്റെ ദിനത്തിൽ ഇത് ഓർക്കണം. വാഗ്ദത്തമുള്ളവന് ഒരു കാത്തിരിപ്പുണ്ട്. വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു. ആ മഹാപ്രതിഫലത്തിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. യേശുവിന്റെ വരവിനാ വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും തകർച്ചയാകില്ല. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത്. പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ്, കുളത്തിലല്ല. സൗഖ്യം നടന്നത് കരയിലാണ്. ഞാൻ വീണ്ടും തിരുവനന്തപുരം സഭയോട് പറയുന്നു, പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:5. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മ സ്നാനം. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്? വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ അളവുകളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് മെഷർമെന്റ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. ആത്മതലങ്ങളിൽ
വിവിധ അളവുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 21, 22, 23 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് യേശുവിന്റെ സ്നാനത്തിൽ, ഈ നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നാനത്തിലാണ് പ്രധാനമായിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ സ്ഥലത്ത് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കുന്നോ? വെള്ളത്തിൽ നിൽക്കുന്നത് ആരാണ്? പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ സ്നാനപ്പെടുത്താൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ ആരാണ്? അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവെന്ന പുരോഹിതന്റെ ഏകപുത്രനാണ്. പൗരോഹിത്യ ക്രമവും കൂറും വെച്ചിട്ട് സക്രിയാവ് കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനാകേണ്ടത് സ്നാപക യോഹന്നാനാണ്. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയാൽ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏഫോദ് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു പുരോഹിതനായി നിൽക്കേണ്ടതായ വ്യക്തിത്വമായിരുന്നു സ്നാപക യോഹന്നാൻ. പക്ഷേ പീതരത്നവും മാണിക്യവും വൈഡൂര്യവും പുഷ്പരാഗവും നീലക്കല്ലും ചുവപ്പുനൂലിനാലൊന്നും നിർമ്മിതമായ വസ്ത്രമല്ല, ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്. യോഹന്നാൻ സ്നാപകൻ ഒരു വോയിസ് ആയിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ, ഒരു സീസണിന്റെ വോയിസ് ആയിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോട്, കർത്താവിന്റെ വേല ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. സ്നാപക യോഹന്നാൻ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു. വേറൊന്നും സ്നാപക യോഹന്നാൻ പറഞ്ഞില്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്, വാക്കിത്, ഈസ് എ വോയിസ്. അവനൊരു ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ഒരു സീസണെ നോക്കി, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ പ്രവചിച്ച മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. വരാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനായവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും, വീശുമുറം അവന്റെ പക്കലുണ്ട് എന്ന് വരുവാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ കുറിച്ച് പ്രവചിച്ച മനുഷ്യൻ. ഇപ്പോഴും യോഹന്നാൻ പ്രവചിച്ച ആ കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവ് അഗ്നിയായി പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. ക്രിസ്റ്റി, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ, ആദരവോടെ ദൈവം തരുന്ന ആലോചന ഞാൻ കൈമാറുകയാണ്. യോഹന്നാനെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഒരു ഭയമില്ലാത്തവനാക്കി, ധൈര്യമുള്ളവനാക്കി, തന്റെ ഇടമുള്ളവനാക്കി, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് വഴി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ പരിശുദ്ധാത്മാവ് നിർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണർവുകൾക്ക് വഴി തുറക്കുവാൻ ഭവനത്തിന്റെ ശബ്ദമായി, ഈ രാജ്യത്തിന്റെ ശബ്ദമായി, നിന്റെ സഭയുടെ ശബ്ദമായി സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുമെന്ന്, നിന്നെ ആ നിലയിൽ എടുത്തുയർത്തുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അപ്പോൾ ആ കുളത്തിൽ നിൽക്കുന്ന ആദ്യത്തെ ആൾ ആരാണ്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആരാണ്? ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ ചാപ്റ്റർ, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സ്നാപക യോഹന്നാൻ.
എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ അങ്ങക്ക് ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രവും വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷണമായത്? നിന്റെ അപ്പൻ ധരിച്ചതുപോലുള്ള പീതരക്തം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയിൽ നിർമ്മിതമായ എഫോദ് ധരിച്ച വസ്ത്രം എന്തുകൊണ്ട് താങ്കൾക്കില്ല? സ്നാപക യോഹന്നാൻ പറയും, എന്റെ അപ്പൻ വരെയായിരുന്നു പൗരോഹിത്യം, എന്റെ അപ്പൻ വരെയായിരുന്നു ആ നിലയിലുള്ള ശുശ്രൂഷ. ഇനി അങ്ങോട്ട് അങ്ങനൊരു കാര്യമില്ല. ആലയത്തിൽ ആട്ടുകൊറ്റനുമായിട്ടോ കാളക്കിടാവുമായിട്ടോ ബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതനും പോകേണ്ട ആവശ്യമില്ല. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. He is the Lamb of God. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പറയുന്നു, ഇനി അങ്ങനെ ഒരു വസ്ത്രധാരണത്തിന്റെ ആവശ്യം എനിക്കില്ല. കാരണം വരുവാനുള്ളവൻ മഹാപുരോഹിതനായവൻ, ബലിയാകേണ്ടവൻ, യാഗമാകേണ്ടവൻ, മാനവകുലത്തിന് മുഴുവൻ യാഗമാകേണ്ട അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ച പെസഹ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ച ക്രിസ്തു ഭൂമിയിൽ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ യോർദാൻ നദിയിൽ ആ ചിത്രം കാണാൻ കഴിയണം. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാൻ. രണ്ടാമത്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. മൂന്ന്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം, പുത്രനെ കാണാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പുത്രനെ കാണാം. പുത്രന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത് കാണാം. എല്ലാരും പറഞ്ഞ, യോർദാൻ നദിയിൽ ഞാൻ പുത്രനെ കാണുന്നു. യോർദാൻ നദിയിൽ ഞാൻ പുത്രന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നു. യോർദാൻ നദിയിൽ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാനെ കാണുന്നു. യോർദാൻ നദിയുടെ മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവായ ദൈവത്തെ കാണുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും ഇവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാനം. അവിടെ അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, ഈ യോഹന്നാൻ നിങ്ങളെ ജലത്തിൽ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത്, എന്നാൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കാൻ പോവുകയാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഉറക്കെ പറയണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 വാക്യത്തിലും പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. പറഞ്ഞേ, ശക്തി ധരിക്കുക. ശക്തി ധരിക്കുക. എന്നാൽ സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, യേശു കർത്താവിന്റെ മേളിൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപത്തിൽ വന്നു. ക്രിസ്തുപാസ എനിക്ക് 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 1 വാക്യം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ്. കണ്ടല്ലോ അല്ലേ? കണ്ടോ? പരിശുദ്ധാത്മ നിറവെന്ന വാക്ക് കണ്ടോ? ഇനി ലൂക്കോസ് 4:14 വാക്യം നോക്കിയേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ. അടിവരയിടണം, യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആദ്യം സംഭവിച്ചത് എന്താ? പരിശുദ്ധാത്മ നിറവ്. രണ്ടാമത് എന്തുണ്ടായി? ആത്മാവിന്റെ ശക്തി. ലൂക്കോസ് 4:14 വാക്യത്തിന്റെ അവസാനം, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടങ്ങും പരന്നു. ചേർന്ന് രാമീൻ പറഞ്ഞേ. യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നിട്ട് ലൂക്കോസ് 4:18-19 പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോ വിവിധ പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ചും അതിന്റെ അളവുകളെ കുറിച്ചും യേശുവിനോടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാ വന്നു, യേശു ആത്മാവിന്റെ നിറവിലേക്ക് പോയി, യേശു ആത്മാവിന്റെ ശക്തിയിലേക്ക് പോയി,
പിന്നത്തേതിൽ യേശു കർത്താവ് ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പോയി. ഡിഫറെന്റ് ലെവൽസ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് പരിശുദ്ധാത്മ സ്നാനം? ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വിശ്വാസ സ്നാനമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇത് രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മ സ്നാനവും വെള്ളത്തിൽ ഇറങ്ങിയുള്ള വിശ്വാസ സ്നാനവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ചേർന്ന് ആമേൻ പറഞ്ഞേ. ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം, കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യമായി നമുക്കുണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ? അതാ പറഞ്ഞ് നിങ്ങൾ നഗരം വിട്ടു പോകല്, നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പോവാ? പരിശുദ്ധാത്മ സ്നാനം എന്ന് വെച്ചാൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോവാ. കേൾക്കുന്നോ നിങ്ങൾ? നമുക്കുണ്ടാകുന്ന ഫസ്റ്റിലെ ഉണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇത് ഈ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യമായിട്ട് ദൈവശക്തി പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നത് ഇപ്പോഴും ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കി? കണ്ടോ, എനിക്കറിയാം ഓർമ്മയാണോ? എൻ്റെ ഈ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ 26 വർഷത്തോളമായിട്ടുള്ള ഈ ഷോർട്ട് പീരീഡിൽ ഒരുപാട് അഭിഷിക്തന്മാർ വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോടും നമ്മുടെ സഭയോടുമുള്ള ദൈവിക ആലോചന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയ്നാഡ് ബോങ്കെ തൊട്ട് പാസ്റ്റർ ബെന്നിഹിൻ തൊട്ട് പാസ്റ്റർ ക്രിസ് തൊട്ട് ഒരുപാട് ആളുകൾ, ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി അഭിഷിക്തന്മാർ, ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും, അങ്ങനെ ഒത്തിരി പേര്. അപ്പൊ ഇവരൊക്കെ പ്രാർത്ഥിച്ച സമയത്ത്, ഇവരെല്ലാവരും പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2000-ൽ 1999 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 2000-ൽ എൻ്റെ വീട്ടിൽ ഒരു ഈവനിങ് ടൈമിൽ നടന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഇന്ന് ഞങ്ങളുടെ ആ പ്രിയ സഹോദരൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, ഷാജി ബ്രദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിൽമയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. ഇന്ന് മീറ്റിങ്ങിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരുവനന്തപുരക്കാരനാണ്. അദ്ദേഹം വന്ന് അടൂരിനടുത്തുള്ള സ്ഥലത്ത്, അടൂര് അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈവനിങ്ങിൽ പ്രയറിന് വരുമായിരുന്നു. കോളേജ് പിള്ളേരുടെ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന നടക്കുന്ന സമയം ഞങ്ങളൊന്നൊരു 8-10 ചെറുപ്പക്കാർ ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലാണ്. എൻ്റെ ആഗ്രഹം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മ സ്പർശനം ഉണ്ടാകണം. ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അതിശക്തമേറിയ നിലയിൽ ഒരു ദൈവശക്തി എൻ്റെ മേളിൽ വന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ചെറുപ്പക്കാർക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും അറിയാം, ഞാൻ ആ കോർണറിലാണ് ഇരുന്നതെങ്കിൽ ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയെന്നൊക്കെ പറയത്തില്ലേ, ആ നദി എന്നെ നിയന്ത്രിച്ചു, ആ നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയി എന്ന് പറയില്ലേ. ഒരാത്മനദിയിലേക്ക് കർത്താവിനെ ഇറക്കി. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്, ഇത് മറ്റൊരു കാര്യം പറയാനാണ് ഞാനത് പറഞ്ഞത്. അന്നുണ്ടായ ആ സാന്നിധ്യവും ശക്തിയും നിറവും എന്നെ സംബന്ധിച്ച് എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതാണ്. അതിനേക്കാളും വലിയ പവറിൽ ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനേക്കാളും വലിയ ദൈവശക്തി പിന്നത്തേതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും റെയ്നാഡ് ബോങ്കയൊക്കെ ഇമ്പാർട്ടേഷൻ നൽകി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഭക്ഷണം പോലും കഴിക്കണമെന്ന് തോന്നാതെ, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. അത്ര ഹെവി ആയിരുന്നത്. എന്നാൽ എനിക്കാദ്യം ഉണ്ടായ അനുഭവം ഇല്ലേ, ആ 2000-ൽ ആദ്യം എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവം, അത് ഞാൻ മറക്കില്ല. അത് പരിശുദ്ധാത്മ സ്നാനമായിരുന്നു.
2-3 കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ വിവാഹ ദിവസം കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ എം.എ. വർഗീസ് ഞങ്ങളെ കൈപിടിപ്പിച്ചു തന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ആ വിശുദ്ധ വിവാഹം ഞാൻ മറക്കില്ല. ആ മൂമെന്റ്. 2, ദി ബെന്തിക്കോസ് മിഷൻ എന്ന് പറയുന്ന കൊട്ടാരക്കരയിലുള്ള വലിയൊരു കൂട്ടായ്മയിൽ ഒരു മാസയോഗത്തിൽ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ നടുവിൽ ഒരാൾ, അന്ന് സ്നാനപ്പെടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഒറ്റ ഒരാൾ, ഞാൻ മാത്രം ഇറങ്ങി ഒരു അഭിഷിക്തന്റെ കയ്യിലൂടെ, അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലന്റെ കരത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ ആ സ്നാന ശുശ്രൂഷ ഞാൻ മറക്കില്ല. അപ്പൊ ഞാൻ സ്നാനപ്പെട്ട മൂവ്മെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ സ്നാനപ്പെട്ട മൂവ്മെന്റ് ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കി കണ്ടോ? കല്യാണ ദിവസം ഓർമ്മയുള്ളവരെന്ന് കൈ ഉയർത്തിയേ. കല്യാണ ദിവസം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഓർമ്മയില്ലേ? ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. നീ ഓർക്കണ്ട, പിന്നെ ഓർത്താ മതി. ചേർന്ന് രാമ്യം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേളിൽ ആദ്യമായി വന്ന ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് അനുഭവിച്ചവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനതിന് ഒരു വാക്യം ഒന്ന് തെളിയിക്കാൻ, അതിനൊരു തെളിവിനായി വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 11, 15, 16. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ വാ തുറന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന് വെച്ചാൽ ഈ പെന്തിക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലെ അവരുടെ, മോനെ ശ്രദ്ധിക്കണം, അവരുടെ മേലും വന്നു. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം, ഇത് നടന്നു കഴിഞ്ഞപ്പം അടുത്ത വാക്യത്തിൽ പത്രോസ് എന്നാ പറഞ്ഞേ? അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. പിടികിട്ടിയോ? മനസ്സിലായില്ല? തിരുവനന്തപുരം കാര്യം മനസ്സിലാക്കാൻ ഇച്ചിരി വേണം, കുറച്ചുകൂടെ കാര്യമായിട്ട് പറയണം. ആദ്യമായി ഒരു കൂട്ടത്തിന്റെ മുകളിലേക്ക് പരിശുദ്ധാത്മാ വരികയാണ്. ആരാ ശുശ്രൂഷിക്കുന്നേ? ആളുടെ പേര് പറ. ഞാൻ ഇനി നിങ്ങളുടെ രീതിയിൽ സംസാരിക്കണോ? പറഞ്ഞേ. പത്രോസ് സംസാരിക്കുകയാണ്, പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചപ്പോ അതുവരെ ആ കൂട്ടത്തിന്റെ മേളിൽ എന്ത് വന്നിട്ടില്ല? ആ പുറകിലിരിക്കുന്ന ബ്രദർ പറഞ്ഞ ആര് വന്നിട്ടില്ല? പരിശുദ്ധാത്മാ വന്നിട്ടില്ല. എന്നാൽ പൊടുന്നനവേ ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ എല്ലാം മേളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഉടനെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. 1, 2 ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ. ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ചേർന്ന് ആമേൻ പറഞ്ഞേ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ മേളിലും ഇങ്ങനെ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുന്നത് പോലെ ആത്മാവിന്റെ നദിയിലൊന്ന് ഇറങ്ങുന്ന ഒരു അനുഭവം ആഗ്രഹിക്കുന്ന ഒരു അതിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വലിയ ആത്മ പകർച്ച ഇന്ന് ഇതിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ പറയാം, ഈ ശമരിയ പട്ടണത്തിൽ ക്രിസ്തുപാസ് ഇത് പ്രത്യേകം നമ്മുടെ പാസ്റ്റർമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെ മേളിലും യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ആത്മപകർച്ച നടക്കണം. ചേർന്ന് ആമീൻ പറഞ്ഞേ. മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ എടുത്ത് ആ 70 പേരുടെ മേളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരും പ്രവചിച്ചു. കാരണം മോശ ആരായിരുന്നു? മോശ പ്രവാചകനായിരുന്നു. ആ സ്പിരിറ്റിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടായി. ചേർന്ന് ആമീൻ പറയാം. ശമരിയ പട്ടണത്തില് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവര് ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കേൾക്കുന്നോ? ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും. ആമേൻ. സന്തോഷമില്ലല്ലോ, എന്നാ പിന്നെ പ്രാർത്ഥിക്കണ്ട. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഒരു രാജ്യത്ത് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ആ ദൈവദാസനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് ചോദിച്ചു, എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നതിൻ്റെ ആവശ്യം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയൊരു അഭിഷിക്തനാണല്ലോ, ആ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച എനിക്കും ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര ഡോളർ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഇത്ര ഡോളർ പുള്ളിക്ക് കൊടുക്കാൻ ഇത്ര ഡോളർ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഞാനപ്പം ഒന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് ഡോളർ കൊടുത്ത് മേടിക്കുന്നതല്ല, ഇത് ഡോളർ കൊടുത്ത് മേടിക്കുന്ന അല്ലിത്. ഒരിക്കൽ ഒരുത്തൻ ഡോളറുമായിട്ട് പോയതാ, പിന്നെ അവനെ കണ്ടിട്ടുമില്ല. ഏതാ?